ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ദേ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മളെ കാണാനായിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഒട്ടും വയ്യാതെ പനി പിടിച്ച് കിടന്നതായിരുന്നു. അപ്പോൾ ആണെങ്കിൽ അവൾ പറഞ്ഞു, നീ തൊടുപുഴയ്ക്ക് വരുന്നുണ്ടെങ്കിൽ വാ, നമ്മൾ ഒത്തിരി ദിവസമായില്ലേ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പോഴത്തേക്ക് ദേ നമ്മൾ ഒരുങ്ങി കെട്ടി അങ്ങ് പോവാണ് കേട്ടോ. അവൾ പറഞ്ഞു, നമ്മളെ റോട്ടി വന്ന് പിക്ക് ചെയ്തോളാം, നീ വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു കവലയാണ് കേട്ടോ. അവിടെ ദേ വെയിറ്റ് ഷെഡിൽ ഞാനും ദേ അമ്പുട് കുഞ്ഞുമാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കാത്തു നിന്നേ ഉള്ളൂ. അപ്പം തന്നെ ദേ അവർ വന്നു. അങ്ങനെ ദേ ഞങ്ങൾ കാറിൽ കയറി യാത്ര ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എന്താ പറയുക, ഒത്തിരി നാൾ കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ സൗഹൃദങ്ങളെ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പുതുക്കാനായിട്ട് പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സൗഹൃദത്തിന് 15 വർഷത്തിൻ്റെ പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ ഓരോ വർഷം കൂടുന്തോറും ആ സൗഹൃദത്തിൻ്റെ ആഴം കൂടുവാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം പല പല സന്ദർഭങ്ങളിലും ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഏറ്റവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അധികം എനിക്ക് അറ്റാച്ച്ഡ് ആയിട്ട് എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ഈ കണ്ണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലക്ഷ്മി. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ടോട്ടലി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ കടയിലൊക്കെ എത്തി. അവളാണെങ്കിൽ അവൾക്ക് ഒരു ഷോളൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവൾ അവളുടേതായ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്നു. അപ്പോൾ അമ്പുട് കുഞ്ഞിനാണെങ്കിൽ ഇതേ ഈ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതേ വാവ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പം അവിടെ ബില്ല് കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതേ അവിടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ദേ നമ്മുടെ അമ്പുട് കുഞ്ഞിനെ ആണെങ്കിൽ കാണിച്ചു കൊടുത്തു കേട്ടോ. ഇതൊക്കെ കാണാൻ നമ്മുടെ അമ്പുട് കുഞ്ഞിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളുടെ പർച്ചേസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ പുറത്തിറങ്ങിനെ ജസ്റ്റ് ഒന്ന് ബേക്കറി കയറി ഒരു ജ്യൂസോ കാര്യങ്ങളൊക്കെ കഴിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടെ തേരാപ്പാരം നടക്കുവാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എടി വീഡിയോ പിടിക്കുന്ന എവിടെയൊക്കെ ഇങ്ങനെ റോട്ടിൽ നിന്ന് വീഡിയോ പിടിക്കാനാണോ, എനിക്ക് ശമ്പല, നിന്നെ പോലുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിലും എന്നെ അവൾ കളിയാക്കണമെന്ന് കേട്ടോ കാണുന്നത്. പക്ഷെ ഞാനൊന്നും വിചാരിച്ചില്ല, അങ്ങ് വീഡിയോ ഒക്കെ പിടിച്ച് റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു കേട്ടോ. നമ്മൾ ബേക്കറിയിലെത്തി. എല്ലാവരും ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. എനിക്ക് ചെറിയൊരു പനിക്കോളൊക്കെ ഉള്ളതുകൊണ്ട് അമ്പുട് കുഞ്ഞിനും പനിയുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി തണുത്ത സാധനങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതെ ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു. ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അമ്പുട് കുഞ്ഞിന് ഒരു വട, തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ എന്താ പറയുക മീറ്റ് റോള്, അവരങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷങ്ങളായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ സൗഹൃദം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുതെന്നാട്ടോ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെയിലൊക്കെ വേണം, നമുക്കൊരു വിഷമം വന്നാലോ സങ്കടം വന്നാലോ ഓടിപ്പോയി പറയാനും ഷെയർ ചെയ്യാനൊക്കെ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിലും ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ച ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോഴെല്ലാം എന്നെ കൈപിടിച്ച് എൻ്റെ കൂട്ടായിട്ട് നിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കിയതിൽ ഒരു മുഖ്യ പങ്കെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരിയുടെ വരവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്.